എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിവിടെയൊക്കെ മഴയാണ്. വലിയ മഴയല്ലേനും എന്നാൽ നനയാനുള്ള മഴ. തുണി കഴുകിയിട്ടാലാണ് പ്രശ്നം. നമുക്കിത് തോർത്തിടാൻ വെയിലൊന്നും വരും, നമ്മൾ തോർത്തിയിടും, അത് ഇടേണ്ട താമസം. അപ്പോഴേക്കും അടുത്ത മഴ വന്നു കേട്ടോ. അതാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി. നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെ ആവുമെന്ന് അറിയാം, എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടോ. അപ്പോൾ രണ്ടത്താണി ശ്രീമാറാക്കര ഭഗവതി ക്ഷേത്രം, അതാണ് അമ്പലത്തിൻ്റെ പേര്. മീനമാസത്തിൽ ഉത്രം നക്ഷത്രത്തിൽ ഈ ക്ഷേത്രത്തിൽ ഉത്രം മഹോത്സവം എന്ന പേരിലാണ് പ്രതിഷ്ഠാദിനം ആഘോഷിക്കാറുള്ളത്. ഉത്സവ സമയത്ത് കാടാമ്പുഴയിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഉണ്ടാവാറുണ്ട്. ഈ ചടങ്ങിൽ സമീപവാസികളെല്ലാവരും തന്നെ നമ്മുടെ കഴിവിനനുസരിച്ച് ജാതി മതഭേദമന്യേ സഹകരിക്കാറുണ്ട്. ഈ വർഷത്തെ ഉത്സവം 2026 മാർച്ച് 30 നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഉത്സവം ആഘോഷിക്കാറുള്ളത്. മാർച്ച് 30 തുടങ്ങി 3-ാം ദിവസമായ ഉത്രം ദിനത്തിലാണ് വിശേഷ ദിവസമായ പ്രതിഷ്ഠാ ദിനം. പിന്നെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, മാറാക്കര പഞ്ചായത്തിൽ തന്നെ നമ്മളെ അമ്പലത്തിൽ മാത്രമാണ് ഉത്സവത്തിന് ആനപ്പുറത്ത് തിടമ്പേറ്റിയിട്ട് എഴുന്നള്ളത്തുണ്ടാവാറുള്ളത്. മഴ പെയ്തുകൊണ്ടായിരിക്കണം ക്ഷേത്ര പരിസരമാകെ കണ്ണിന് കുളിർമയേകും വിധം പച്ചപ്പണിഞ്ഞിരിക്കുന്നു. നമ്മുടെ സുധമാമി. ഞങ്ങൾ ഇന്നലെ വല്യമ്മ മിഞ്ഞാന്ന് നമ്മുടെ ക്ഷേത്രക്കുളം നവീകരണത്തിനായി ഏകദേശം 15 ലക്ഷത്തോളം രൂപയുടെ ചെലവ് വരും. അതുകൊണ്ട് തന്നെ തൃക്കാർത്തികയ്ക്ക് ലക്ഷദീപ സമർപ്പണം നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ സമയപരിമിതി മൂലം ഈ പരിപാടി ഈ വർഷം മാർച്ച് 30 നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കും ലക്ഷദീപ സമർപ്പണത്തിലേക്ക് പങ്കുചേരാട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ കൂടെ കോണ്ടാക്റ്റ് നമ്പറും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ മുൻഭാഗത്തുള്ള പാടത്തേക്കാട്ടോ നമ്മൾ പോണത്. ഇവിടെയാണ് ഉത്സവത്തിന് സ്റ്റേജ് കെട്ടാറുള്ളതും കച്ചവടങ്ങളും ഒക്കെ ഈ ഭാഗത്തുണ്ടാവുക. ഉത്സവം മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഉണ്ടാവാറ്. അപ്പോൾ ഈ പച്ചപ്പൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഞാൻ നടന്നോട്ടെ.
ഇതിലൂടെ പോയാൽ മതി. ഇതൊരു കഥ ഉണ്ട് ഇതിന്റെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് തൊട്ടാവാടി എന്ന് പറയാം. ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? കമന്റ് ചെയ്യുക. ബാഗും മുഖം കാണുന്നുണ്ടോ? പോലെ വാട്ട് എ നാച്ചുറൽ ആക്ടിങ്, മാസ്മരിക. നമ്മൾ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഇതിൽ ചേർക്കണ്ടേ. കാഴ്ചകളെ കണ്ടിട്ട് നമ്മളങ്ങനെ വീട്ടിലേക്ക് പോകുക കേട്ടോ. ഇതിലൂടെ ആയിരുന്നു കേട്ടോ ആദ്യമൊക്കെ അമ്പലത്തേക്ക് എല്ലാവരും വന്നിരുന്നത്. അമ്പലത്തിൻ്റെ മുൻഭാഗം കിഴക്ക് ഭാഗമാണത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഗേറ്റൊക്കെ വെച്ചിട്ട് ഇപ്പോൾ അധികം ആൾക്കാരും പടിഞ്ഞാറ് ഭാഗത്ത് കൂടി അമ്പലത്തിലേക്ക് തൊടാൻ വരില്ല കേട്ടോ. ചെറിയ അനിയത്തിയും ഹസ്ബൻഡും കൂടി അന്ന് രാവിലെ സർപ്രൈസ് ആയിട്ട് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ അവരെ ഞങ്ങളെയും തേടി വന്നതാട്ടോ. ഞങ്ങൾ തറവാട്ടിലാണ്. ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.